വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിനുള്ള പാല് ഞാൻ ആക്കി വെച്ചു. എന്നിട്ട് എനിക്കുള്ള ചായയും കൂടെ സോസ്പാനിലേക്ക് വെക്കുന്നുണ്ട്. ഇന്ന് നിവാങ്കുഞ്ഞിന് അംഗൻവാടിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവനെ അംഗൻവാടിയിലാക്കിയിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. ഈ ഒരു ചിരവ ഞാൻ മുട്ടത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ചിരവയിലിരിക്കാനായിട്ട്. ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആ ചിരവയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടെ ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി എന്നിട്ട് തേങ്ങ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. തേങ്ങ അരച്ചതിനകത്ത് തേങ്ങയും മുളക് പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കറിവേപ്പിലയും ഉപ്പുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചമ്മന്തിയും ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിലാക്കി വിട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിശാലിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഈ ഒരു കപ്പ്. ഈ കപ്പിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറയാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് ഒരുപാട് പേര് കണ്ട് കുറേ കമൻസൊക്കെ അറിയിച്ചു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രമൊക്കെ കുറച്ച് തേക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കയ്യോടെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടാക്കിയ പാത്രവും മിക്സിയുടെ ജാറൊക്കെയാണ്. ഈ ഒരു ഗ്ലൗസ് എനിക്ക് മിക്സിയുടെ ജാറ് കഴുകാനും കപ്പ് കഴുകാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ തുണിയും കൂടി അലക്കണം. പിന്നെ ഈ ഒരു സിങ്കേരിയും കൂടി ഒന്ന് കഴുകിയിടാം കേട്ടോ. ഈ സിങ്കേരി കഴുകുന്ന നേരത്തൊക്കെ ഈ ഒരു ഗ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആ ഒരു വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാനും തേച്ച് കഴുകാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഗ്ലൗസിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓയിൽ ബോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എവിടെ നിന്നാണെന്നുള്ളത്. അത് ശരിക്കും ഞാൻ ഓൺലൈനും ഒന്നും വാങ്ങിച്ചല്ല കേട്ടോ. ഞാൻ തന്നെ ഒരു പലകയുടെ മുകളിൽ വോൾ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ സ്ട്രിങ് ലൈറ്റ് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രിങ് ലൈറ്റ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് താഴെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. താഴെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒരു ടൈറ്റിൽ കാണുമല്ലോ. ആ ടൈറ്റിലിനോട് ചേർന്ന് തന്നെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണുമേ. ആ മോർ എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിലേക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് കമൻറ്റ്സ് അറിയിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് ജോലികളും കൂടി ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല. ഈ ക്ലീനിങ്ങും അടിച്ചുവാരലൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് ഒത്തിരി പേര് കണ്ട് കമൻറ്റ്സ് അറിയിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു കേട്ടോ. കാരണം ക്ലാസ്സിൽ പോകണം, തിരിച്ച് വന്നിട്ട് വീട്ടിലെ കാര്യം കൊച്ചിൻ്റെ കാര്യം എല്ലാം ഒറ്റയ്ക്ക് നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റേതായ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയിട്ടോ. പാത്രം ഞാൻ തേച്ചതേ ഉള്ളൂ, കഴുകിയിട്ടില്ല കേട്ടോ. പാത്രം ഞാനിങ്ങനെ തേച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കും. എന്നിട്ട് സിങ്കും കൂടെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകി വെക്കാറുള്ളൂ. അതാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം. അല്ലെങ്കിൽ സിങ്ക് ഇങ്ങനെ നീറ്റല്ലാതെ കിടക്കുമ്പം എനിക്ക് പാത്രം കഴുകുന്നത് ഇഷ്ടമില്ല. അപ്പം ഞാൻ സിങ്ക് കഴുകിയിട്ട് പാത്രങ്ങളങ്ങ് കഴുകി വെക്കും കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ തേച്ച് കഴുകി സിങ്കേരിയൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അന്നേരം കൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു മുകളിലേക്ക് ചെല്ലും, ഒരു കൊറിയർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലേക്ക് ചെല്ലുവാണെങ്കിൽ കൊറിയർ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കൊറിയർ കണ്ടതേ എനിക്ക് മനസ്സിലായി ഒരു കുർത്തിയായിരുന്നു കേട്ടോ. അത് മീൻസ് നമ്മുടെ അതിനെന്താ പറയണത്, അനാർക്കലി എന്നാണോ പറയുന്നത്, എനിക്കറിയത്തില്ല അതിനെന്താ പറയുന്നതെന്ന്. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ ചുരിദാർ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. ആളെനിക്ക് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്തതാണ്. 698 രൂപയോ മറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അങ്ങനെ ഞാനിതൊക്കെ ഇട്ട് നോക്കി. നല്ലൊരു നെക്കും കോട്ടൻ്റെ കുർത്തിയാണ് കേട്ടോ. കോട്ടൺ ബ്ലെൻഡാണ്. പിന്നെ ഈ വീനെക്കും ഒക്കെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഷോളും ഉണ്ട്, പാൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. എൽ സൈസ്, എനിക്ക് എം ആണ് സൈസ് ഇത്, പക്ഷേ എല്ലാണ് കേട്ടോ സൈസ്. ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ.
അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് നോക്കി. കൃഷ്ണ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരെ വന്നതായി ഈ കുഷ്യൻ്റെ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കുഷ്യൻ കവറും ഈ ദിവാൻ്റെ കവറും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ. ഇതിനകത്ത് ഞാൻ നിറച്ച് വെക്കുന്നത് നിവാങ്കുഞ്ഞിൻ്റെ കുഞ്ഞിലത്തെ ഒരു ബെഡാണ് കേട്ടോ. പിന്നെ ആ മേശപ്പുറത്തിരിക്കുന്ന കുഷ്യനകത്തെല്ലാം ഞാൻ പഴയ സ്വെറ്ററും പഴയ നിവാങ്കുഞ്ഞിൻ്റെ സ്വെറ്ററും കൃഷ്ണ കുവൈറ്റിലായിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പഴയ സ്വെറ്ററൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ പഴയ നമ്മൾ യൂസ് ചെയ്യാത്ത തുണികളും ഒക്കെയാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവർ വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ദിവാൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ടു, കുഷ്യനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം വിശാലിൽ പോയപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് ഉണ്ടായിരുന്നല്ലോ. ആ മേശപ്പുറത്തിരിക്കുന്നുണ്ട് ഒരു ഗ്രീൻ കളറ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ദിവാനും ഈ ബെഡൊക്കെ നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഞാൻ ആ ചൂല് വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും രാവിലെയും ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ പൊടി തട്ടിയിടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നിവാങ്കുഞ്ഞ് ഈ കുഷ്യൻ ഒരെണ്ണം വെച്ചിട്ടാണ് കേട്ടോ എന്നും കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. കർട്ടനൊക്കെ ഞാൻ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ അഴിച്ച് കഴുകാറുണ്ട് കേട്ടോ. അതാണ് കർട്ടനയിൽ വലിയ പൊടിയില്ല, ജനലിൻ്റെ സൈഡിലാണ് പൊടിയുള്ളത്. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ കർട്ടനും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങുന്നത്. നമ്മൾ റിവ്യൂ ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഈ മീഷോയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാവേ. പിന്നെ ആ ജനലിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഫ്ലവറും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന 2 എണ്ണത്തിൻ്റെ കോംബോ ആയിരുന്നേ. അപ്പം നമുക്ക് എന്തെങ്കിലും വോൾ ഡെക്കോറൊക്കെ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എൻ്റെ തലയിൽ 2 ക്ലിപ്പ് ഇരിക്കുന്നുണ്ട്. അടിച്ച് വരുന്ന കൂട്ടത്തിൽ എവിടുന്നോ കിട്ടിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ കഴിഞ്ഞ വ്ലോഗ്സിൽ കമൻസ് അറിയിച്ച ആരൊക്കെയാണെന്ന് നോക്കാം. എബിൻ റോയ്, മുബഷീറ എൻ, ജീസ്, അനീസ അൻസി, ലിദ്യ, വിദ്യ സെബിൻ, കാർത്തിക് എസ്, ഹോം വൈബ്സ് ബൈ സിമി ആൻഡ് ഹർഷ് ഒഫീഷ്യൽ. അപ്പോൾ റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിറക്കിയിട്ടുണ്ട്. അടിച്ചു വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ, തുടയ്ക്കുന്നില്ല. ഞാൻ രാത്രിയിൽ തുടച്ചിടാറുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമോ മിക്കവാറും ഞാൻ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇപ്പോൾ തുടയ്ക്കാറുള്ളത്. രാവിലെ തുടയ്ക്കാറില്ല, രാവിലെ അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ. അങ്ങനെ ലിവിങ് റൂമും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആ കൊട്ടയ്ക്കകത്തിരിക്കുന്നത് മേശപ്പുറത്തിരിക്കുന്ന കൊട്ടയ്ക്കകത്തിരിക്കുന്നത് നമ്മുടെ പച്ചക്കറിയാണ് കേട്ടോ. വഴുതനങ്ങയും പാവയ്ക്കയും പയറൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറി എനിക്ക് ഇന്നും കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം മഴയായപ്പോഴത്തേക്കും പച്ചക്കറി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 3 വെണ്ടയുടെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നിറച്ച് വെണ്ടയ്ക്ക കിട്ടുമായിരുന്നു കേട്ടോ. അത് 3 പെടന്നു പോയി കേട്ടോ. പിന്നെ ഇങ്ങനെ പൊക്കത്തിന് പോയേക്കുമായിരുന്നു. പൊക്കത്തൊക്കെ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക ഉണ്ടാവുമായിരുന്നേ. അപ്പോൾ കാറ്റും മഴയൊക്കെ വന്നപ്പോഴത്തേക്കും അത് 3 അങ്ങ് പെടന്നു പോയിട്ടോ. ഇനി എന്തായാലും അത് ഞാൻ പറിച്ച് കളയണമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം മഴയായത് കാരണം വിളവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പയറും എല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ആക്കണം അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ ലിവിങ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. അപ്പോഴേക്കും നിവാങ്കുഞ്ഞിനെ വിളിക്കാനുള്ള നേരമായിരുന്നു കേട്ടോ. ഞാൻ നിവാങ്കുഞ്ഞ് വരുമ്പോഴത്തേക്കും ഗോതമ്പുണ്ടി ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ തേങ്ങ ഇവിടെ ചിരണ്ടി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ചിട്ട് പുറത്ത് പോയി കുറച്ച് പച്ചക്കറിയും കൂടെ പറിച്ചെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് പോയപ്പോഴാണ് അവിടെ കുറച്ച് പയർ നിൽപ്പുണ്ടായിരുന്നു. അതങ്ങ് പറിച്ച് വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് തേങ്ങ ചിരണ്ടി വെക്കുന്നുണ്ട്. നിവാങ്കുഞ്ഞിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവൽ നനച്ചതോ ഇലയുടെയോ അല്ലെങ്കിൽ ഇതുപോലെ ഗോതമ്പിൻ്റെ ഉണ്ടയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആൾ വരുന്നതേ അതങ്ങ് കഴിക്കും കേട്ടോ. ഈ ഒരു പയറിൻ്റെ തൈയിൽ ഇഷ്ടം പോലെ പയറുണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മഴ പെയ്തു തുടങ്ങുമ്പോഴത്തേക്കും പയറിനകത്ത് ഒത്തിരി പയറുണ്ടാവുക പയർ ചെടിയിൽ. നമുക്ക് ഇത്രയും പയർ കിട്ടി കേട്ടോ. ഇനി 2-3 വെണ്ടക്കായും കൂടെ നിൽപ്പുണ്ടായിരുന്നു. അതും കൂടെ ഇങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ ഇളം വെയിൽ വന്നു കേട്ടോ. ഞാൻ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു വെയിൽ കയറാനൊക്കെ ആയിട്ട്. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ഞാനിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ TV കണ്ടുകൊണ്ടിരുന്നു. ഞാനും നിവാങ്കുഞ്ഞും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് വെക്കുവാണേ. ഇത് ഉച്ചയ്ക്ക് വന്ന ഒരു കൊറിയറാണ് കേട്ടോ. മീഷോയിൽ നിന്ന് ഞാനൊരു 3 പ്ലേറ്റിൻ്റെ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതിനകത്ത് 3 സ്റ്റീലിൻ്റെ പ്ലേറ്റും പിന്നെ നമുക്ക് കറി എടുക്കാൻ പാകത്തിന് 3 കിണ്ണവും 3 സ്പൂണുമാണ് കേട്ടോ വരുന്നത്. 271 രൂപയുടെയാണ് ഇത്. റേറ്റിന് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പ്ലേറ്റും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കുഞ്ഞു 3 കിണ്ണങ്ങളും പിന്നെ നമുക്ക് കറിയൊക്കെ എടുക്കാൻ പാകത്തിന്, ഇപ്പോൾ ദോശയൊക്കെ എടുക്കുകയാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഒഴിച്ച് വെക്കാൻ പാകത്തിനുള്ളൊരു ചെറിയൊരു കിണ്ണവും ഒരു കിണ്ണമല്ല 3 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ 3 സ്പൂണും, അങ്ങനെ ആ ഒരു സെറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ ഗോതമ്പുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും ശർക്കരയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഏലക്കായുടെ കുരുവും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ തിരുമ്മി മാറ്റി വെക്കുന്നുണ്ട്. ഗോതമ്പ് കുഴച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ശരിക്കും ഒരു ഷേപ്പിനാക്കി ഇങ്ങനെ മോദകത്തിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തതാണ്. പക്ഷേ ഞാനതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചാണ്. അപ്പോൾ ആ ഷേപ്പ് അങ്ങ് പതുങ്ങിപ്പോയിട്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പുണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഗോതമ്പുണ്ട വേകാനായിട്ട് ഞാൻ ആ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചു. തൊട്ടിപ്പുറത്ത് തന്നെ ചായയും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പറയാൻ പറ്റുമോ, ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സേമിയ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. സേമിയയുടെ പായസം നമ്മൾ സപ്ലൈകോയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു. വിഷുവിന് മേടിച്ച് വെച്ച സേമിയാണ്. അത് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം കൃഷ്ണ ഓട്ടം കഴിഞ്ഞ് വരും കേട്ടോ. അപ്പം സേമിയ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്ത് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് ഇരിപ്പില്ലായിരുന്നു, വെറുതെ ആ സേമിയയുടെ പാക്കറ്റ് ഇട്ടിട്ട് പാലിനകത്ത് ചുമ്മാ ഒരു സന്തോഷത്തിന് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും കൃഷ്ണ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കൂടെ കൂട്ടി ഈ ഗോതമ്പിൻ്റെ ഉണ്ട ഇങ്ങനെ കഴിക്കാം. വൈകുന്നേരം നല്ല രസമല്ലേ ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിവാങ്കുഞ്ഞും കൂടെ ആ സേമിയ കഴിക്കുമായിരുന്നു. ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കൃഷ്ണ വരുമ്പം കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വൈകിട്ടത്തേന് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ ആ ഗോതമ്പുണ്ടയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ സേമിയയും കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഞാനിത് മറ്റേ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തൊക്കെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതങ്ങ് അച്ചാറിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിക്ക അച്ചാറിടുന്നത്. എനിക്ക് അച്ചാറിട്ട് അത്ര പരിചയമില്ല കേട്ടോ. എങ്കിലും ഞാനതങ്ങ് കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അച്ചാറിട്ട് വെക്കുവാണേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് ഉലുവാക്കിയിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നെല്ലിക്ക ആദ്യം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കായപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് വേവിച്ച് വെച്ച നെല്ലിക്കയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഓർക്കാതെ ആ നെല്ലിക്കയുടെ വെള്ളവും കൂടി ഒഴിച്ചു. അത് ഒഴിക്കണമായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഒഴിച്ചു നോക്കി. അച്ചാറിന് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിലേ മുതൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നിവാങ്കുഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. എൻ്റെ കഴിഞ്ഞ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ അങ്ങ് ശീലമായി പോയ ആൾക്ക്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ അടുപ്പും പാചകത്തിന് ഹൈറ്റ് കുറവായത് കാരണം എനിക്ക് പേടിയാണ് ഇവൻ വന്ന് നിൽക്കുമ്പോഴേ. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് പച്ചമുളകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് മുഖത്തേക്ക് തിരിക്കില്ല. അത് കാരണം ഞാൻ അവനെ വഴക്ക് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറ്റി വിട്ടോട്ടോ. TV ഒക്കെ വെച്ച് കൊടുത്തിട്ട് ആളവിടെ ഇരിക്കുകയാണ്. കൃഷ്ണ ഓട്ടം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നേ. ഓട്ടം കഴിഞ്ഞ് വന്നാൽ പിന്നെ ആറ്റിൽ പോയി കുളിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ഓട്ടം കഴിഞ്ഞിട്ട് ആറ്റിൽ പോയി കുളിച്ചിട്ട് ആൾക്ക് ഇപ്പോൾ പനിയാണ് കേട്ടോ. അപ്പോൾ പനിയായിട്ടാണ് ഓട്ടത്തിന് പോയിരിക്കുന്നത്. പിന്നെ കുഴിമന്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. എനിക്ക് ഒത്തിരി ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ക്ഷീണമായിരുന്നേ. എന്തോ ഒരു മടുപ്പ് പോലെ. അപ്പം പിന്നെ ചോറും കറിയൊന്നും വെക്കാൻ തോന്നിയില്ല. അങ്ങനെ കുഴിമന്തി മേടിച്ചുകൊണ്ട് വന്നു. അച്ചാർ ഇതായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് അച്ചാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ.